എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വേറൊന്നുമല്ല, സ്കിൻ ഹെൽത്ത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ സ്കിൻ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾക്ക് ന്യൂട്രീഷൻ തന്നെയാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഏറ്റവും വലുതെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. കാരണം നമ്മൾ പുറത്തുള്ള എത്ര ലേപനങ്ങൾ പുരട്ടിയാലും അല്ലെങ്കിൽ എന്തോരം പുറത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്താലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഡയറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷൻ വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ ആൻറ്റി ഏജിങ് ടിപ്പായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷൻ. അത് സേഫ് ആണോ, അല്ലെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ധാരണകളും തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമുക്ക് ഈ എക്സ്പെൻസീവ് ആണ് എന്ന് വിചാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് സാധിക്കാത്തവർക്ക് ഉള്ള കുറേ നാച്ചുറലായിട്ട് നമുക്ക് ഫുഡിലൂടെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഗ്ലൂട്ടാത്തയൺ ഉണ്ടാക്കിയിരിക്കുന്ന 3 അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. ഒന്ന് സിസ്റ്റീൻ, ഗ്ലൂട്ടമിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈസിൻ. ഈ 3 അമിനോ ആസിഡ്സ്, അല്ലെങ്കിൽ നമുക്കത് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അമിനോ ആസിഡ്സ് മെയിനായിട്ടും പ്രധാനമായിട്ടും കിട്ടുന്നത് നമ്മൾക്ക് മത്സ്യം, മാംസം, മുട്ടയിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് സൾഫർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സായ സവാള, മഷ്റൂം, ബ്രോക്കോളി, ക്യാബേജിൻ്റെ ഫാമിലീസ് ഒക്കെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സൾഫർ റിച്ച് ആയിട്ടുള്ള ഈ അമിനോ ആസിഡ്സ് നമുക്കതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ധാരാളമായിട്ടുള്ള നട്ട്സ്, സീഡ്സ്, ഈ പംകിൻ സീഡ്, ചിയ സീഡ്, ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഈ പറഞ്ഞ അമിനോ ആസിഡ്സ് അതുപോലെ ഗ്ലൂട്ടാത്തയൺ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് വേ പ്രോട്ടീനും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മളുടെ വളരെ പ്രധാനമായിട്ട് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ഫുഡാണ്. അതുകൊണ്ടാണ് ഗ്ലൂട്ടാത്തയണിൻ്റെ എല്ലാം വരുമ്പോഴത്തേക്കും അവർ വൈറ്റമിൻ സി കോമ്പിനേഷനിലാണ് അത് തരിക. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് നെല്ലിക്ക, അതുപോലെ തന്നെ പേരയ്ക്ക, ഓറഞ്ചസ്, സിട്രസ് ഫാമിലി, സിട്രസ് ഫ്രൂട്ട്സ് ആയ നാരങ്ങ, ഇങ്ങനെയുള്ളതിനകത്താണ് നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത്. പിന്നെ സെലീനിയം നമ്മുടെ ഗ്ലൂട്ടാത്തയൺ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നട്ട്സ് ആൻഡ് സീഡ്സും ഷെൽ ഫിഷുകളും ഈ സെലീനിയം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫുഡിൻ്റെ എല്ലാ ഐഡിയകളും നമുക്ക് ഗ്ലൂട്ടാത്തയൺ നാച്ചുറലായിട്ട് കിട്ടുന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഇനി ഈ ഗ്ലൂട്ടാത്തയണിനെ പറ്റിയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഇത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ ആൻറ്റിബോഡീസ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഈ ആൻറ്റിബോഡീസ് ഹൈ ആണെങ്കിൽ ഇതിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷൻ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതൊരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്ക് അത് മാറിയിരിക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കുക, ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത് ആൻറ്റിബോഡീസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ഗ്ലൂട്ടാത്തയണിനെ കാണുന്നത്. ഇതുവഴി രണ്ടുണ്ട് ഫലം. രണ്ടിൽ കൂടുതൽ ഫലങ്ങളുണ്ട്. അതായത് ഒന്ന് എന്ന് പറയുന്ന നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് വരുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി മാത്രമല്ല, നമുക്ക് നല്ല ഉന്മേഷം കിട്ടുന്നു. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പം സ്കിൻ നല്ലപോലെ ഗ്ലോ, അതായത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പോകുമ്പോൾ ശരീരം നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞാൽ ലിവർ ഡീടോക്സിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തയണിൻ്റെ ബെനിഫിറ്റാണ് ലിവർ ഡീടോക്സ് എന്ന് പറയുന്നത്. അതായത് ലിവറിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ ടോക്സിൻസിനെയും അതുപോലെ തന്നെ ഫാറ്റിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത്. അപ്പം ഈ ലിവറിൻ്റെ കണ്ടീഷൻസ് ഉള്ളവർ, അതായത് പല ലേഡീസിലും പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്, സ്കിൻ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇത് പറയുന്നത്. സ്കിൻ പിഗ്മെൻറ്റേഷൻ വരുന്നവർക്ക് ഗ്ലൂട്ടാത്തയണിൻ്റെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയണിൻ്റെ ഒരു സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയൺ റിച്ച് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പിഗ്മെൻറ്റേഷൻ മാറുന്നത് മാത്രമല്ല, അവർക്ക്
ഒത്തിരി നല്ല ബെനിഫിറ്റ് ലിവർ ഡീടോക്സിഫിക്കേഷനിലൂടെ അവർ കൂടുതൽ ഹെൽത്തി ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ സ്കിൻ ഹെൽത്തിന് ഞാൻ വേറൊരു വഴി കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് നമ്മളുടെ രാത്രി കിടക്കുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഒരു ഡിന്നർ എന്ന് പറയുന്ന നമ്മളൊരു 7:30 ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഒരു 15 മണിക്കൂറെങ്കിലും നമ്മളൊരു ദൈർഘ്യം വെക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്ന ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കപ്പെടുകയും ശരീരത്തിലെ ലിവർ ഡീടോക്സ് ആവുകയും നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ലിവർ ഡീടോക്സിഫിക്കേഷൻ അവിടെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്ലൂട്ടാതയോണിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളിലൂടെ എടുക്കുക, അതുകൂടെ അതിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് വളരെ നന്നായിട്ട് വരികയും അതുകൂടാതെ പ്രോബയോട്ടിക്കുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തൈരിലൂടെയും അതുപോലെ തന്നെ ഫെർമെൻറ്റേഷനായിട്ടുള്ള പഴങ്കഞ്ഞി, അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പിക്കിൾസ് ഇതിലൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ബെറ്റർ ആക്കാം.